മനുഷ്യന്റെ കാരണം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. 33-ാമത്തെ വയസ്സിൽ ഈ രാജ്യത്തിന്റെ പോക്ക് കണ്ട് ഉണ്ടായിരുന്ന ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കോൺഗ്രസിന് 50 സീറ്റ് തികച്ചില്ല ലോക്സഭയിൽ. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM. ഞാൻ വന്നത് കോൺഗ്രസിലേക്കായത് കോൺഗ്രസ്. ഒരു മിനിറ്റ്, അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഒരു മിനിറ്റ്, IAS ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല താങ്കൾ എന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ. അല്ല, ബുദ്ധി പൊളിറ്റിക്കലായിട്ട് വേണം. പൊളിറ്റിക്കലായിട്ട് കേരളത്തിൽ സമൂഹത്തിന് എന്ത് പറയാനുള്ള പൊളിറ്റിക്കൽ ബുദ്ധി, പൊളിറ്റിക്കൽ ബുദ്ധിശൂന്യതയുടെ പേരാണ് കാർത്തിക അവലോകനമൊന്നും വേണ്ട. പാലക്കാട് സീറ്റ് കിട്ടിയില്ല, ചാടി. ഇയാളുടെ പാർട്ടി പ്രാവശ്യം മത്സരിക്കുന്നില്ലേ? അതല്ല, പിന്നെ മാമച്ചന്റെ സ്വഭാവത്തിനെ അവന്റെ വീട്ടിൽ നിന്ന് പോലും ഒരു വോട്ട് കിട്ടില്ല. ഷഫീറിന്റെ സ്വഭാവമായിരിക്കും എന്റെ സ്വഭാവം. ഷഫീർ നിന്നിടത്തേ നിന്നിട്ടുള്ളൂ. നോക്കാം ഷഫീറെ, നിന്നിട്ടുണ്ട്. താങ്കളിൽ രാഷ്ട്രീയ മര്യാദ ഉണ്ടാകുമ്പോ എന്താണ് സംഭവിക്കുന്നത്? എന്റെയും അന്തസ് കാണിക്കും, ഒരു മാറില്ല. താങ്കളോട് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? എന്റെയും രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രീയമായിട്ട് അന്തസ് വേണം. ഇലക്ഷൻ ഒന്ന് ജയിച്ചു കഴിയുമ്പോ കിട്ടുന്ന ഒരു സാധനമാണ് ഇതുപോലെ ചുമപ്പ് കറങ്ങുന്ന ലൈറ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിന് ജയിക്കണ്ടേ? കഴിക്കണോ ജോസേ? ഇനിഷ്യല് BRM എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ BRM എന്നാണ്. എന്നെ പാർട്ടി അവഗണിച്ചാൽ വോട്ട് ഇങ്ങനെ ആദ്യം കുടഞ്ഞിട്ട് കൊടോർത്തന്നെ അങ്ങോട്ട് ഓടി വരാൻ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. ജോസ് എങ്ങനെ മറിഞ്ഞു? ഞാൻ എന്ന് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറയുന്നതോ ഏത് സാറിനാണ് യഥാർത്ഥ സാരിൻ? ആ സാറിനാണോ ഈ സാറിനാണോ? അല്ല, ഈ ചോദ്യം സന്ദീപ് ആർക്കും കൂടി വേണ്ടി അവിടെ റിസർവ് ചെയ്ത് വെക്കണം. ഞാൻ മറുപടി പറയുകയാണ്. സാരിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാരിൻ ഇപ്പോ രാഷ്ട്രീയം പറയുന്നത്. ആരാ ജോസേ? രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ചു. എല്ലാ കോൺഗ്രസുകാരെ പോലെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയം കൊണ്ടു നടന്ന ഒരാളായിരുന്നു സരിൻ. അതൊക്കെ കാപട്യമായിരുന്നോ? കാപട്യമായിരുന്നു അല്ല, നിലനിൽപ്പ് എന്ന് പറയുന്നു. ഞാൻ വീണ്ടും പറയുന്നു. അല്ല, അപ്പൊ ഇപ്പൊ കാണിക്കുന്ന ജില്ലാ കമ്മിറ്റിന്നാ ഭാഗ്യം അവളല്ല. നാളെ മുതൽ ഇലക്ഷൻ വർക്കിന് ഇറങ്ങിക്കൊള്ളണമെന്ന്. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. അതിന് എന്നോട് ഇവിടെ എന്തിനാ? ഇതിലും ഭേദം സസ്പെൻഷനോ തരം താഴ്ത്തലോ ആയിരുന്നു. ചോദിച്ചാലോ? സത്യസന്ധമായിട്ട് അതിന് തള്ളി പറയാനുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ട്. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണെങ്കിൽ താങ്കൾ കോൺഗ്രസ് വിട്ട് LDF-ൽ വരുമ്പോഴും നിലനിൽപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണെന്ന് ആരോപണം ഉണ്ടായാലോ സരിൻ? താങ്കൾ തന്നെ പറയും. നമ്മളല്ലാതെ പിന്നെ ആര് വർക്ക് ചെയ്യാനാ? ജോസ് ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ ജോസേ, എന്താ നമ്മുടെ ഭാവി പരിപാടി? നമ്മള് പൊട്ടിക്കുന്നു. ആരെ? ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് പറയുകയാണ്. ഹഷ്മി, ഒറ്റ വാക്കേ ഉള്ളൂ. നാവും തലച്ചോറും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നവൻ എന്ന് മാത്രമേ പറയാം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ വാടകയ്ക്കെടുത്താണോ? കോൺഗ്രസിന്റെ വാടകയ്ക്കെടുത്താണോ? നോക്കൂ, ഒരു പണി കൂടെ ബാക്കിയുണ്ട്. അവന്റെ പെട്ടിയിലെ അവസാനത്താണി. ജയിച്ചെന്ന് പറയുന്ന മണ്ടത്തര പഠിക്ക് പോയി. ഇരട്ട മെമ്പർഷിപ്പ്. പാവോ കുഞ്ഞോറ സാർ, ആ മനുഷ്യന്റെ കാരണം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. മനുഷ്യരെ തടവറ കെട്ടിപ്പാർപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്ന ഹിറ്റ്ലർക്കും ഇതുപോലൊരു കൂട്ടുണ്ടായിരുന്നു. രാജ്യമായി മാറ്റി നോർവേയിൽ പേര് വിസ്കർ എനിക്കറിയാം. അതെ, അടുത്ത് പറയുന്നത് ഇത് കൊലയുഗം, ജനാധിപത്യത്തിന് അപഭ്രംശം, ഏകാധിപതികൾ കൊല്ലും കൊലയും നടത്തി വിഹരിക്കുന്ന കാലം, ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന കൊലയുഗത്തിൽ അറുതി വരുത്താൻ സമയമായി, കൊലയാളികളെ സ്ഥാനഭ്രഷ്ടനാക്കാൻ അഹന്തയ്ക്ക് മറുപടി പറയാൻ സമയമായി. ഇത് അടുത്ത പോസ്റ്റ്. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റു. കുറ്റിരറ്റത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി. എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര, തന്ത്രം ഉപയോഗിച്ച് അലമാര തുറന്നു. നേരോ അമ്മയാണ് സത്യം. എന്നിട്ട് ഇനി ഞാൻ പറയുന്നത് ആ പരിപാടി കേട്ടിരുന്നു. ഒരു മിനിറ്റ്, ഔദാര്യമാണ് ജനാധിപത്യം. അല്ല, നിങ്ങളുടെ ഔദാര്യത്തിന്റെ പേരിൽ മിണ്ടാണ്ടിരിക്കേ. മഹാരാഷ്ട്രയില് കൊണ്ടുപോയി സൈഡാക്കിയില്ലേ? പൊളിറ്റിക്കൽ ബുദ്ധിശൂന്യതയുടെ പേരാണ് കോൺഗ്രസ്. അത് അടിവരയിലുള്ള റിസൾട്ട് കൂടിയാണ് പാലക്കാട്. തെളിയും, കൂടുതൽ കൃത്യമായി തെളിയും. പച്ച മലയാളത്തിൽ പറഞ്ഞ അന്തസ് വേണം. ഇതിന് ഇനിയും ലഘൂകരിച്ച് കാണാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഈ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. BJP-യെ ജയിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നീക്കങ്ങൾ നടക്കാനോ, അതിന് കോൺഗ്രസിന് ഒരുപക്ഷെ കോൺഗ്രസിന്
കോൺഗ്രസിനെ തോൽപ്പിച്ച് അങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം അത്ര ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പർ ആയിരുന്നു ഞാൻ. അമ്മുമ്മയുടെ ജമ്പർ പോലെ ആയി. അശ്വീത് എന്റെ ടൈം ലൈൻ എന്നല്ലേ നോക്കുന്നത്? ഉറപ്പായും ഞാനത് ഡിലീറ്റ് ചെയ്തില്ലല്ലോ. അതാണ് അതിലാണ് ക്ലാരിറ്റി വേണ്ടത്. അശ്വീത് തടി തപ്പാൻ വേണ്ടി രാഷ്ട്രീയം പറയലും രാഷ്ട്രീയം പറയാൻ വേണ്ടി രാഷ്ട്രീയം പറയലും രണ്ടും രണ്ടാണ്. എനിക്ക് രാഷ്ട്രീയമായി തടി തപ്പേണ്ട ആവശ്യമില്ല. തടി തപ്പേണ്ടവർ എനിക്ക് നേരെ മുന്നിലിരിക്കുന്നവരാണ്. ഈ സരിന് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന അതേ തീവ്രതയിൽ ഇടതുവിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കൂട്ടബലാത്സംഗ വകുപ്പിന്റെ എന്താണ് തലവൻ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ക്രിമിനൽ എന്ന് വിളിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ ബലാത്സംഗം നടന്നത്. Zakir Hussain, what's going on? Come on, tell me what's going on. Come on. ഒന്നുമില്ല മാഡം. Hey, ഈ സരിൻ 100% CPM-കാരനായി. അങ്ങനെയാണോ? അല്ല, അതിലിപ്പോ എന്താ അത്ര സംശയം? എന്താ ആയി ഇപ്പൊ ഞാൻ ഒറ്റ മാസമൊക്കെ മതി അങ്ങനെ കംപ്ലീറ്റ് എന്താണ് അടിമുടി പൊളിറ്റിക്സ്. പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. ആണോ? എന്നാ ഒരു 2-3 അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നു. കഷ്ടപ്പാടെന്താണ് ചോദിച്ചു നോക്ക്. സരിൻ എന്താ കേസ് അദ്ദേഹത്തിന്റെ സംഭാവന എന്താ? ചോദിക്കുന്നു. ജവഹർ ബാലജി വേദിയിൽ സരിന്റെ സംഭാവന എന്താ? യൂത്ത് കോൺഗ്രസിൽ എന്താണ് സംഭാവന? സരിൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടികൊണ്ടവരാണോ? അല്ല ഞാൻ എല്ലാവരും പറഞ്ഞത് ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്യാതിരിക്കവേ അതിനൊരു ചിഹ്നം. സാധാരണ മനുഷ്യർ ഞാൻ ഈ ചിഹ്നം പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടിയത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? ഓരോരുത്തരെ കാണുമ്പോൾ വയസ്സായ അമ്മമാർ, പ്രായം ചെന്നവർ, ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുമ്പോ അത് തിരുത്താൻ ശ്രമിച്ചതാണ്. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ചിഹ്നം കണ്ടില്ലേ? പെട്ടി പെട്ടി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചിഹ്നന്മാര് കുത്തരുത്. നമ്മുടെ ചിഹ്നം പെട്ടി, ഷോക്കേസ്. ഇങ്ങോട്ട്. അവരെങ്ങ് വിളിക്കേ. നിന്റെ പെണ്ണുമ്പിളെ പിടിക്കണം. എന്റെ വീട്ടിൽ സുഹൃത്തുക്കളെ, ഇന്നിവിടെ രക്ഷയുടെ സന്ദേശം ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ആലമാര കാര്യമായിരിക്കും. നോക്കുമ്പോൾ വേറൊരു ഗോദറേജ് അലമാര, അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു. അത് തുറന്നപ്പോഴേ കാലി. എടാ, പഴയ കാലമല്ലിത്. നമ്മളെപ്പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ആശാൻ ചോദിച്ചത് സരിൻ ബന്ധപ്പെട്ടിട്ടുണ്ടോന്നാണ്. ബന്ധപ്പെട്ടതിനാണ് ഞാൻ പറഞ്ഞത്. സരിൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. തീരുമാനം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് സരിനെ വേണ്ട എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയേണ്ടത് അഖിലേന്ത്യാ നേതാക്കന്മാരാണ്. വേണമെങ്കിൽ സരിന് ഇടതു. നിങ്ങളിപ്പോ ഒരേ മുന്നണിയാ. നാളെ മുതൽ മാമച്ചന് വേണ്ടി വോട്ട് ചോദിക്കേണ്ടതാ. ആര്? ഞാനാ? ആ, എന്റെ പട്ടിയൂ. അതായാലും മതി. ഇത്തവണത്തെ ഇലക്ഷന് നമ്മുടെ പാർട്ടിക്ക് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എത്രയാണ്? 3400 വോട്ടിന് ലീഡാണ്. ഈ പിരായിരിയിൽ ഷാഫി പറമ്പിൽ നേടിയ വോട്ടിനേക്കാൾ അന്ന് ഷാഫി പറമ്പിൽ എന്തോ സാമുദായിക എലമെന്റ് വെച്ച് വലിയ ഭൂരിപക്ഷം കിട്ടി എന്ന ആരോപണം അന്ന് കേട്ടു. ഷാഫി പറമ്പിൽ നേടിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തെക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിൽ കിട്ടി. ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഏതാണ്ട് ഒരേപോലെ തന്നെ ലീഡ് നേടി. മേലിൽ ആവർത്തിക്കരുത്. പാലക്കാട് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വിജയത്തെ അത് അർഹിക്കുന്ന ബഹുമാനത്തിൽ അംഗീകരിക്കണ്ടേ? അതല്ലേ അതിന്റെ മര്യാദ? ശ്രീ സരിൻ അർഹിക്കുന്ന ബഹുമാനത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ജനവിധിയാണ് എന്നുള്ളത് നമ്മൾ ബഹുമാനിക്കുന്നില്ല. ജനങ്ങൾ തന്നെയാണ്. നാണം കെട്ട ഭൂരിപക്ഷം എന്ന് പറയുന്ന MP ഗോവിന്ദനാണ്. അല്ല, ഞാൻ പറയട്ടെ. എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത്? അതെ, അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന്? അതെ. കാർത്തിക അവലോകനമൊന്നും വേണ്ട. പാലക്കാട് സീറ്റ് കിട്ടിയില്ല, ചാടി. അത് ഷഫീറിന്റെ സ്വഭാവമായിരിക്കും. എന്റെ സ്വഭാവം ഷഫീർ നിന്നിടത്തേ നിന്നിട്ടുള്ളൂ. ഞാൻ പറയട്ടെ. ഇല്ലാത്തൊരു സംഗതിയെ ഇങ്ങനെ പെരുപ്പിക്കേണ്ട കാര്യം ഇഫ് യു കോൺ കൺവിൻസ് ദം കൺഫ്യൂസ് ദം അല്ല പ്രമേയമല്ലേ? തീർച്ചയായിട്ടും പ്രമാണമല്ലേ? താങ്കൾക്ക് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യണമെങ്കിൽ ഇത് അവർ ന്യൂനപക്ഷ വോട്ടുകളെ എങ്ങനെയാണ് ജനാധിപത്യ ചേരിയിൽ മതേതര കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് എന്താ അയാള് വലിച്ചു കഴിഞ്ഞു. നഗരസഭയിൽ എത്ര SDP ഉണ്ടാവും? മൂത്താന്തറയിൽ SDP ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. അറിഞ്ഞൂടാ. RSSന്റെ കാര്യാലയം ഭരിക്കുന്ന 5 ബൂത്തുകളുണ്ട്. 5 ബൂത്തുകളിൽ ഞങ്ങൾ ഭൂരിപക്ഷാണ്. ഇവരെന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ നേതാക്കൾ പറയാൻ വരുന്നത് നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി.
കേട്ടോ, താനല്ലേ പറഞ്ഞത് താനാണ് സംഭവ സ്ഥലത്ത് ഇയാളെ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയത്? അതെ സാർ. അന്തർ മേഖലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എത്രയാണ്? 3400 ചില്ലുവാനം വോട്ടിന് ലീഡാണ്. ഈ പിരായിരിയിൽ ഷാഫി പറമ്പിൽ നേടിയ വോട്ടിനേക്കാൾ, അപ്പൊ അന്ന് ഷാഫി പറമ്പിൽ എന്തോ സാമുദായിക എലമെന്റ് വെച്ച് വലിയ ഭൂരിപക്ഷം കിട്ടി എന്ന ആരോപണം അന്ന് കേട്ടു. ഷാഫി പറമ്പിൽ നേടിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തെക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിൽ കിട്ടി. ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാ മേഖലകളിലും കണ്ണാണ വെള്ളത്തിൽ നീ എങ്ങനെയാണ് പിന്നെ സംഭവം ആദ്യം കണ്ടത്? ഒരേപോലെ തന്നെ ലീഡ് നേടി പാലക്കാട് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വിജയത്തെ അത് അർഹിക്കുന്ന ബഹുമാനത്തിൽ അംഗീകരിക്കണ്ടേ? അതല്ലേ അതിന്റെ മര്യാദ? ശ്രീ സരിൻ, അർഹിക്കുന്ന ബഹുമാനത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ജനവിധിയാണ് എന്നുള്ളത് നമ്മൾ ബഹുമാനിക്കുന്നില്ല. ജനങ്ങൾ തന്നെയാണ്. നാണം കെട്ട ഭൂരിപക്ഷം എന്ന് പറയുന്ന MP ഗോവിന്ദനാണ്. അല്ല, ഞാൻ പറഞ്ഞു, താങ്കൾ കണ്ടതല്ലേ കത്ത്? DCCയും MP-യും അടക്കമുള്ള ഈ കത്തൊന്നും ഇനി ചർച്ചയാവില്ലല്ലോ. കാരണം 18,000 ഭൂരിപക്ഷം ഉണ്ടല്ലോ. അത് ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമാണ്. അത് തന്നെ. അതുകൊണ്ട് ഈ കത്തൊക്കെ എപ്പോഴാണ് ചർച്ചയായത്? അതാണെന്നറിയോ? ഞാൻ പറയട്ടെ, പൊളിറ്റിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാനെടുത്ത തീരുമാനം ശരിയാണെന്ന് പാലക്കാട് ബോധിപ്പിക്കുകയല്ലേ? അല്ല, ആ ബോധ്യം ഞാൻ പറഞ്ഞല്ലോ, റിട്രോസ്പെക്റ്റീവ്ലി ബോധ്യങ്ങൾ എല്ലാവർക്കും വരിക്കാതിരിക്കുകയോ ചെയ്യും. മത്സരിക്കാൻ വേണ്ടിയും ജയിക്കാൻ വേണ്ടിയും രാഷ്ട്രീയക്കാരനായ ആളല്ല ഞാൻ അതെന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നത്. ഇറങ്ങി വന്നപ്പോഴും കോട്ടിന്റെ വർധനമാണോ സരിൻ ആഗ്രഹിച്ചത്? ഞാൻ കൃത്യമായി പറയുന്നു, സ്റ്റെതസ്കോപ്പ് ചിഹ്നം 9ാമത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് 9ാമത്തെ സ്ഥാനം വോട്ടർ മെഷീനിൽ, ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ അതിനെ ഒരു കാരണമായിട്ട് പോലും പറയും. താൽക്കാലിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥിരം കുബുദ്ധികളുടെ, ഞാൻ പറഞ്ഞല്ലോ, മോഡസ് ഓപ്പറാണ്ടി കഴിഞ്ഞ 3 തവണ ജയിച്ച MLA. അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു? പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാനിലായിരുന്നില്ല എല്ലാരും പിടിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്